ട്രാവലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കങ്ങനെ നാട്ടിൽ പോകാനായിട്ടുള്ളൊരു അവസരം വന്നിട്ടുണ്ട്. നാട്ടിലോട്ടല്ല ഫ്ലൈറ്റ് വരുന്നത്. നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മുംബൈ മാത്രമാണ്. മുംബൈയിൽ നിന്ന് ഫീഡർ ഫ്ലൈറ്റ്സ് ഉണ്ടോയെന്നൊന്നും പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബോംബെ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മളിപ്പം റാപ്പിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവുകയാണ് സിലോം ഹോസ്പിറ്റലിൽ. അവിടെ പോയിട്ട് ടെസ്റ്റ് എടുത്ത് വയ്ക്കാൻ ചോദിച്ചത് മാൻഡേറ്ററി ഒന്നല്ല എന്നാണ് പറയുന്നത്. എങ്കിലും അത് എടുത്ത് വയ്ക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. കാരണം നാട്ടിൽ ചെല്ലുമ്പോഴായാലും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എംബസിയുടെ വെബ്സൈറ്റിലും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം റാപ്പിഡ് ടെസ്റ്റ് എടുത്തിട്ട് വരാം. എല്ലാം ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ വണ്ടികളാണ്. അതായത് ഒരു കോവിഡിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത്. ഇതാ കാണുന്നത് ഇന്നോവ ആംബുലൻസ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പുറകിൽ. Siloam Hospital എത്തിയത്. Yeah. I don't have change. You don't have? Excuse me, where I can take a rapid test? Yeah, please fill the form first. Okay. Oh ya, cuci tangan dulu. Oke, Ya. Mari Bu, coba sini. So where should I go? Oh, sorry. Pak, please follow my. Kamu mana? Okay. Gak usah, kalau nanti langsung aja. പുള്ളിക്കാരൻ എന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നുണ്ട്. റാപ്പിഡ് ടെസ്റ്റിന് ബ്ലഡ് എടുക്കാനാണ് തോന്നുന്നു. ഓക്കെ, ചനയാ? ഓക്കെ. കോവിഡിന് വേണ്ടിയിട്ട് എമർജൻസിയുടെ സൈഡിലാണെന്ന് തോന്നുന്നു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. You want rapid test? Yes. Yeah, your registration inside, yeah? Okay. You check the temperature. Temperature I already checked there. Oh, okay. Inside, yeah. Plus, sir, I need to take a rapid test. Oh, for registration yeah. But they said they need to register here. Di situ ada ini ya? Ada, ya udah. Morning, Bang. Taruh ya? Yeah. ഇവിടെ ഐസൊലേഷൻ റൂം ഇതാണല്ലോ. ഗ്ലോറിയ. ഓക്കെ, ഹസി. I need to take a rapid test. Oh, yeah, rapid test. Yeah. This is one. Where? You this time come here. Sorry? This time come here. Yeah, first time. Can I borrow your passport? Yeah. Total price 480
Yeah, okay. Kak Lili mana Brian? Apa sih? Ada nggak di situ, Bri? Gak ada. Stop. Penerbangan. Tadi jauh yang kesini dua tuh. Sini ya? Yes. You can speak bahasa? bisa എന്നോട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട്. കിട്ടിയാൽ നമുക്ക് പോവാം. ബ്ലഡ് എടുക്കുന്ന സമയത്ത് അവർ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ. അതിനകത്ത് സിമ്പിളാണ്. നമ്മൾ ഈ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു ഡ്രോപ്പ് ബ്ലഡ് അതിൻ്റെ റാപ്പിഡ് ടെസ്റ്റിൻ്റെ കിറ്റിലേക്ക് ഒഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന തൊട്ടിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്. പുള്ളിക്കാരനും ആ കോട്ടൻ അങ്ങനെ തന്നെ താഴെ ഇട്ടു. നോക്കിയോളൂ കേട്ടോ. ഇവിടെ കാലിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്, ഐ മീൻ റാപ്പിഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അവർ തൽക്കാലത്തേക്ക് തരുന്നൊരു കോട്ടൻ്റെയാണത്. ഇത് പോകുന്ന ആൾക്കാരെല്ലാവരും വഴിയിലിട്ടിട്ട് പോവാണ്. ഞാൻ വരുന്ന വഴിക്ക് കുറേ എണ്ണം കണ്ടു. അവർ ആ ടെസ്റ്റിംഗ് നടത്തുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് എണ്ണം കിടപ്പുണ്ട്. ആൾക്കാർക്ക് ഇനിയും ബുദ്ധി വെച്ചിട്ടില്ല. എല്ലാവരും ഇവിടെ ഇട്ട് വെച്ച് പോയേക്കാണ് ഈ ഇതിൻ്റെ കഷ്ണം ചോരയുള്ളത്. എങ്ങനെയാണ് ഇവിടെ ആൾക്കാർക്ക് ഇവിടെ വരാതിരിക്കുക? നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ ഏതാണ്ട് ഷോപ്പിംഗ് മാളിലാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിലൊന്നുമല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഒരു പിയാനോ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് മനസ്സിലാവുന്നില്ല. കുറേ ഇന്ത്യക്കാരുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആരെ കൊണ്ടുപോകുന്നുണ്ട് ഒരുമിച്ച്. അവരങ്ങോട്ട് പോയി ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. நீங்கள் தமிழா? நாளைக்கு போகிறீங்களா? இது பாம்பே ஃப்ளைட்டா? பாம்பே ஃப்ளைட். அப்படியா? எத்தனை ஆளுங்க இருக்கிறாங்க? புரியல. எத்தனை ஆள் இருக்குது? 7 பேர். 7 பேர் இருக்கீங்களா? உங்களுக்கு டிக்கெட்லாம் வந்துச்சா? டிக்கெட் வரல, நேற்று தான் புக் பண்ணேன். மேபி இன்றைக்கி தான் வரும்னு சொன்னார். கம்பெனி டைரெக்டாக அனுப்புகிறீங்களா உங்களை? சார். ஓ பரவாயில்ல பரவாயில்ல. അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് കിട്ടി, നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് തിരിച്ച് ഫ്ലാറ്റിൽ പോകണം. പിന്നെ പാക്കിങ് പരിപാടികളൊക്കെ ചെയ്യണം. നാളെ 3:15 3:30 ഫ്ലൈറ്റ് വൈകിട്ട്. ഇപ്പം നമ്മൾ കുറേ പേര് തമിഴ് ആൾക്കാരെ കണ്ടിരുന്നു. അവരെല്ലാവരും നാട്ടിലോട്ട് പോകാനുള്ള ആൾക്കാർ തന്നെയാണ്. ഇതേ മുംബൈ ഫ്ലൈറ്റിനുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. അവരും കൊച്ചിൻ തന്നെയാണ് പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് കിട്ടിയില്ല. എൻ്റേതുപോലെ തന്നെയാണ് അവരുടെയും സ്ഥിതി. അവിടെ പോയിട്ടാണ് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.